നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുഖമാണോ ചെമ്പകം? ആമാ സർ. താമസത്തിനൊന്നും ഒരു അസൗകര്യം ഇല്ലല്ലോ അല്ലേ? ഇല്ല സർ. അപ്പോ നാളെയാണ് ശരവണന്റെ കല്യാണം. കരയല്ല വേണ്ടത്, നമ്മൾ ആ കല്യാണം മുടക്കണം. രാവിലെ 9 മണിയാവുമ്പോ ചെമ്പകം റെഡി ആയിട്ടിരിക്കണം. നമ്മൾ വണ്ടിയുമായിട്ട് വരും. പിന്നെ ചെയ്യേണ്ടതൊക്കെ അപ്പൊ പറയാം. ശരി സർ. നീ ഒരു പാവ, അതുകൊണ്ടാ നിന്നെ സഹായിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ശരവണനല്ല, ഇനി ആര് വിചാരിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് നിന്റെ കണവനെ തിരിച്ചു കിട്ടും, ഞങ്ങൾ വാങ്ങിത്തരും. അതൊക്കെ പക്ഷേ നാളത്തെ നിന്റെ പെർഫോമൻസ് കണക്കിരിക്കും. ഒരമ്പലത്തിൽ വെച്ചാ കല്യാണം, അത് നടക്കരുത്. അത് തടയാൻ നിനക്കൊരാൾക്കേ കഴിയൂ. ഞാൻ എന്നെ വേണമെങ്കിലും പണല സാർ. എനിക്ക് എന്റെ പുരുഷനെ തിരുമ്പി കടച്ചാ പോതും. എല്ലാം നിനക്ക് തിരിച്ചു കിട്ടും ചെമ്പകം. അതിനാ നമ്മൾ പോകുന്നത്. എവിടെ അവൻ? ഇതുവരെ വിളിക്കാൻ വരുമൊന്നും ചെയ്തില്ലല്ലോ. നിന്റെ വിഷ്ണുവിന്റെ കാര്യം ചോദിച്ചത്. എന്നെ വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. എന്താ അവനത് ചെയ്യാത്തത്? തിരക്കില്ല. എന്ത് തിരക്ക്? അതെനിക്കറിയില്ല. ഞാൻ വിളിച്ച വിവരം അറിയിച്ചിട്ടുണ്ട്. വരാന്നും ഏറ്റിട്ടുണ്ട്. സൗകര്യം കിട്ടി കാണില്ല. അവന്റെ സൗകര്യം അല്ല, എന്റെ സൗകര്യം. അതാ നോക്കേണ്ടത്. സിദ്ധുവേട്ടൻ കരുതുന്നത് പോലെയൊന്നും അല്ല. അതിന് ഞാൻ എന്താ കരുതിയതെന്ന് നിനക്ക് എങ്ങനെ അറിയാവുന്നത്? കള്ളത്തരങ്ങളൊക്കെ നീ നിന്റെ കയ്യിലങ്ങ് വെച്ചാ മതി. ഒന്നുകിൽ നീ അവനോട് വിവരങ്ങളൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൻ എന്റെ മുൻപിൽ വരാൻ പേടിയുണ്ട്. വിഷ്ണു എന്തിനാ പേടിക്കുന്നത്? അത് നിനക്കല്ലേ അറിയൂ. നിങ്ങൾ തമ്മിലാണല്ലോ ഇടപാട് മുഴുവൻ. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീയും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇനി വിശ്രമിക്കുള്ളൂ. ഒന്നുമില്ല സിദ്ധുവേട്ടാ. സിദ്ധുവേട്ടൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്. വിഷ്ണു ഒരു പാവാ. അവനോ പാവോ? അവനെ കണ്ടാൽ അറിയാലോ അവൻ കുഴപ്പക്കാരനാണെന്ന്. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് വിഷ്ണു എന്നെ വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. വിഷ്ണു വിളിച്ചില്ലെങ്കിൽ ഞാനെന്തിനാ ഇറങ്ങുന്നത്? അതിനുള്ള ഉത്തരവൊക്കെ ബോധിപ്പിക്കേണ്ടവർ ഞാൻ ബോധിപ്പിച്ചോളാം. നിന്നെ ഇറക്കുമെന്ന് പറഞ്ഞാ ഞാൻ ഇറക്കും. സിദ്ധുവിന് ഭ്രാന്ത. അതേടി, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ആ ഭ്രാന്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഭർത്താവ് അറിയാതെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തിയും ഒരിക്കലും ഒരു നല്ല ഭാര്യ ആവത്തില്ല. ആ അർത്ഥത്തില് നീ ഒരു നല്ല ഭാര്യ അല്ല. നിങ്ങള് പിന്നെ എല്ലാം തികഞ്ഞൊരു ഭർത്താവാണല്ലോ. ഞാന് ഒരു രഹസ്യം കൊണ്ട് നടക്കുന്നില്ല. ദേവിക ഇപ്പോ എനിക്ക് ആരാണെന്നും നാളെ ആരാവുന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ നിന്നോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ല വിഷ്ണു. ഇന്നവൻ വന്നിരിക്കണം, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. അപ്പോ നിരുപാധികം വന്ന് കീഴടങ്ങാനാണ് ഏമാന്റെ കൽപ്പന അല്ലേ? അതെ. എന്തിനായിരിക്കും അവൻ കാണാൻ പറയുന്നത്? ഞാനും വിഷ്ണു തമ്മിലുള്ള ബന്ധം ചോദിച്ചറിയാൻ വേണ്ടിയായിരിക്കും. ഇടി, അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ആരെങ്കിലും സത്യം പറയോ? അതെന്താ അവൻ ഓർക്കാത്തെ? സിദ്ധു പേര് കേട്ടൊരു അഡ്വക്കേറ്റ്. ചോദ്യങ്ങൾ ചോദിക്കും. നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. എനിക്കോ? അവൻ അഡ്വക്കേറ്റ് ആണെങ്കിലേ ഞാൻ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് വരാൻ സൗകര്യമില്ല, നീ അവനോട് പോയി പറഞ്ഞേക്ക്. അവൻ ആരാ? മഹാരാജാവോ? പറയുമ്പോ തന്നെ പോയി മുഖം കാണിക്കാൻ. എന്തായാലും കാണേണ്ടതല്ലേ. ഇപ്പൊ പിന്നെ കണ്ടെന്താ? എനിക്ക് നേരമില്ലെന്നേ. ഇതെല്ലാം നിന്റെ കുറ്റ. നിനക്കൊന്നും കൈകാര്യം ചെയ്യാൻ കഴിവില്ല. അത് മനസ്സിലാക്കാതെ ഞാൻ ഓരോ കാര്യം നിന്നെ ഏൽപ്പിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ വിഷ്ണു, ഈ മീറ്റിംഗ് ഒഴിവാക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കിയതാ. പറ്റണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ എന്തായാലും അവനൊന്ന് കാണാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ സിദ്ധുവിന് സംശയം കൂടും. അതിനെനിക്കെന്താ?
എനിക്കാ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ ഒരു വിധത്തിലാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്. ഇതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മതി എന്നെ എടുത്ത് ദൂരെ കളയാൻ. നീ ആരാ പൂച്ചക്കുട്ടിയോ എടുത്തങ്ങ് വിളി കളയാൻ? എടി, നീ അവന്റെ ഭാര്യയല്ലേ? നിനക്ക് നിന്റേതായ ചില അവകാശങ്ങളില്ലേ? അതവൻ തന്നല്ലേ പറ്റൂ. ഞാൻ തർക്കിക്കാനില്ല. എനിക്ക് വേണ്ടി വിഷ്ണു സിദ്ധുവിനെ വന്നൊന്ന് കാണണം. അതുകൊണ്ട് ഒരു ദോഷം സംഭവിക്കില്ല. ഉറപ്പാണോ? ആ, ഉറപ്പ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പേടിയുണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ മിഷൻ ഇടയ്ക്ക് വെച്ച് പൊളിയരുതല്ലോ. തീരുമാനം അനുകൂലമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവനൊന്ന് കാണും. അനുകൂലം അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച നടക്കില്ല. വന്ന് വണ്ടി കയറി, നമുക്ക് പോവാം. ശരിക്കും ഒരു ബ്യൂട്ടീഷ്യൻ വന്നാ ഒരുക്കേണ്ടത്. പറഞ്ഞു വിടാന്ന് ശരവണൻ പറഞ്ഞതുവാ. ശരവണന് കാശൊരു പ്രശ്നമല്ലല്ലോ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അതെന്താ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ, പാവപ്പെട്ടവള്. എനിക്ക് ബ്യൂട്ടി പാർലറും ബ്യൂട്ടീഷ്യനും ഒന്നും വേണ്ട. ഒരുക്കത്തിലൊന്നും അല്ല മോളെ കാര്യം. കല്യാണമൊക്കെ കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്നു എന്നതിലാ. ശരവണനെ പോലൊരാൾക്കൊപ്പം അങ്ങനൊരു ജീവിതം നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഗം പകർന്നതായിരിക്കും അല്ലേ ഭർത്താവിന്ന്. സാധാരണ മാഷേട്ടന് ഇങ്ങനെയൊക്കെ പറയാറ്. ഇതിപ്പോ അടുത്ത ആളും തുടങ്ങി. അതും കല്യാണ ദിവസം തന്നെ. എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും. എല്ലാരെയും പോലെ ജീവിച്ച ഒരാളായിരുന്നോ അക്ഷരേച്ചി? എനിക്കെന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? വിശാലമായിട്ടുള്ള അടുപ്പത്തിന്റെ കഥകളൊക്കെ എനിക്കും അറിയാം. എനിക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയത്. ഞാൻ അർഹിക്കുന്നതിലും വലിയൊരു ജീവിതം. അതെന്താ നീ ഓർക്കാത്തത്? അതുപോലൊരു ജീവിതം എനിക്കും കിട്ടിയാലോ? നിരഞ്ജനല്ല ശരവണൻ. എന്തിനാ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? മാഷേട്ടനേക്കാളും ഉയരത്തില് നാളെ ശരവണൻ എത്തില്ലെന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ കല്യാണം നടന്നപ്പോ മാഷേട്ടൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. ഇപ്പോഴോ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിൽ ഈച്ചയിടിച്ചിരിക്കുന്ന ഒരാള്. എന്നാ ശരവണൻ അങ്ങനെയല്ല. ശരവണന്റെ കയ്യില് നല്ല കാശുണ്ട്. കാശ് മാത്രം പോരാ മോളെ ജീവിക്കാൻ. അത് നിനക്ക് മനസ്സിലായിക്കോളും. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. അതാരുടെയും തലയിൽ കെട്ടിവെക്കാനൊന്നും ഞാൻ തയ്യാറാവില്ല. സ്വയം ഏറ്റെടുക്കും. അതാണ് പൊന്നുമണി. ഈ ധൈര്യം എപ്പോഴും കാണിച്ചാ മതി. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല.